പെൻസിൽ കൊണ്ട് ഒരു മുഖം വരയ്ക്കുകയാണ്. മുഖം വരച്ച ശേഷം മുടി ഷെയ്ഡ് ചെയ്യുക. വെറുതെ വരച്ച് പോയിരുന്നു. മുടി ഒന്ന് ഷെയ്ഡ് ചെയ്യുകയാണ്. ഷെയ്ഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ എടുത്തേക്കുന്നത് 3B പെൻസിലാണ്. 3B എന്ന് പറഞ്ഞാൽ ഡാർക്ക്നെസ് കുറച്ച് കൂടുതലുള്ളതാണ്. 6B 8B ഒക്കെ ഉണ്ട് പെൻസിലുകൾ. 3B ആണ് എടുത്തിരിക്കുന്നത്. വെറുതെ അങ്ങ് കറുത്ത നിറം വരാനായിട്ട് വെറുതെ അങ്ങ് ഉരച്ച് പോകുന്നേ ഉള്ളൂ. ഇപ്പം ആദ്യം മുടിയുടെ ഇഴയൊക്കെ കാണുന്ന പോലെ 2B പെൻസിൽ കൊണ്ട് HB പെൻസിൽ കൊണ്ടൊന്ന് വരച്ച് പോയായിരുന്നു. HB പെൻസിൽ കൊണ്ട് വരച്ച് പോയായിരുന്നു. അതിന് ശേഷം ഇപ്പം വെറുതെ ഒന്ന് 3B കൊണ്ട് കറുപ്പിച്ച് പോകുന്നതേ ഉള്ളൂ. മുടിയുടെ ഭാഗം മൊത്തം ഒരുമാതിരി ഒന്ന് ബ്ലാക്ക് ആകുന്ന രീതിയിൽ വെറുതെ കറുപ്പ് നിറം കൊടുത്തു പോവാണ്. നെറ്റിയുടെ ഭാഗം ചെറുതായിട്ട് ഷെയ്ഡ് കൊടുക്കുകയാണ്. ഷെയ്ഡ് കൊടുത്തിരുന്നു. അത് സ്റ്റമ്പ് ഉപയോഗിച്ചൊന്ന് ലയിപ്പിക്കുകയാണ്. നമ്മൾ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് കൊടുക്കുമ്പോൾ അത് വരവരയായിട്ട് നിൽക്കും. സ്റ്റമ്പ് ഉപയോഗിച്ചോ അല്ലെ വിരൽ കൊണ്ട് തുടച്ചോ അതിന് പകരം സ്റ്റമ്പ് ഉപയോഗിച്ചോ ഒക്കെ ഇങ്ങനെ ലയിപ്പിച്ച് കൊടുക്കാം. നേരത്തെയൊക്കെ പത്രക്കടലാസ് എടുത്ത് ചുരുട്ടി ഒട്ടിച്ചാണ് സ്റ്റമ്പ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം പെൻസിൽ സെറ്റിൻ്റെ കൂടെ തന്നെ സ്റ്റമ്പ് വാങ്ങിക്കാൻ കിട്ടും. ഇത് ആ രീതിയിലുള്ള വാങ്ങിച്ചൊരു സ്റ്റമ്പാണ്. ആ പെൻസിൽ മാർക്കുകളൊക്കെ മാഞ്ഞിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് അവിടെ ലയിച്ച് ചേരും. അതുകൊണ്ട് അതിനു വേണ്ടി സ്റ്റമ്പ് കൊണ്ട് വെറുതെ ഉരയ്ക്കുകയാണ്. പേപ്പർ ചുറ്റി പിടിച്ച് ഉരച്ചാലും ഇങ്ങനെ തന്നെ ആകും. കണ്ണിൻ്റെ ഭാഗത്തൊക്കെ പെൻസിൽ വരകൾ കിടപ്പുണ്ട്. അതൊക്കെ മാറി ഒരു ടോണിലോട്ടൊരു ചെറിയ ലൈറ്റ് കളർ ടോണിലോട്ട് വരും. അപ്പോൾ മുഖം വരച്ചപ്പോൾ ഞാൻ മുഖത്തിൻ്റെ ഒരു വലതുവശത്തുനിന്ന് ഫ്രണ്ടിൽ നിന്ന് വലതുവശത്ത് ആ ഭാഗത്തൊരു ലൈറ്റ് കൂടുതൽ ചെറിയ രീതിയിൽ കൂടുതൽ അവിടെ നിന്ന് അടിക്കുന്നതായിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ മുഖത്തിൻ്റെ 2 സൈഡിലും നന്നായിട്ട് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പെൻസിൽ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗമൊക്കെ സ്റ്റമ്പ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ അതൊരു ഒരു ലൈറ്റ് കളർ ടോണിലോട്ട് വരും. ഒരു ഷെയ്ഡ് ടോണിലോട്ട് വരും. അതുപോലെ ചുണ്ടിൻ്റെ താഴെ കട്ടിയായിട്ടൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുണ്ടിൻ്റെ മൂക്കിൻ്റെ താഴെ മൂക്കിൻ്റെ സൈഡിൽ ഒക്കെ ഷെയ്ഡ് കൊടുക്കാനായിട്ട് പെൻസിൽ വരച്ച് പോയിരിക്കുന്ന ഭാഗങ്ങളാണ്. അവിടെയൊക്കെ സ്റ്റമ്പ് കൊണ്ട് അപ്പോൾ അതൊക്കെ റബ്ബ് ചെയ്ത് പോകുന്നുണ്ട്. ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം എവിടെയെങ്കിലുമൊക്കെ ഷെയ്ഡ് കൂടുതൽ കൂട്ടിക്കൊടുക്കേണ്ടതുണ്ടോ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് കൊടുത്ത് പോകും. പിന്നീട് ഒന്നുകൂടെ റബ്ബ് ചെയ്യും. ഇതിപ്പോൾ വെറുതെ ഒരു മുഖം വരച്ചതാണ്. റഫായിട്ട് വരച്ച മുഖമാണ്. അല്ലാതെ ഫോട്ടോ നോക്കി വരച്ചതല്ല. ഫോട്ടോ നോക്കി വരയ്ക്കുന്നതാണെങ്കിൽ കൃത്യമായിട്ട് ഷെയ്ഡും ലൈറ്റും ഒക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പോയിട്ട് വേണം ഷെയ്ഡ് കൊടുക്കാനും റബ്ബ് ചെയ്യാനും ഒക്കെ.
ഇപ്പോൾ 6B പെൻസിൽ കൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്ലാക്ക് ഒന്നുകൂടെ കൂട്ടി കൊടുക്കുവാണ്. മുഖം ഒരുമാതിരി കളറിയിരിക്കുന്ന പോലെ തോന്നിയത് കൊണ്ട് ഒന്നുകൂടി ഒന്ന് ബ്ലാക്ക് കൂട്ടി കൊടുക്കുവാണ്. 6B പെൻസിലാണ് ഇപ്പോൾ ഷെയ്ഡിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇടതുവശത്തെ കണ്ണ് വരച്ചപ്പം പെൻസിൽ കയ്യൊന്ന് പതുക്കെ തെന്നി. അതെപ്പോഴും അതൊരു ഇതായിട്ട് കണ്ണിനൊരു മാറ്റമായിട്ട് അവിടെ കിടപ്പുണ്ട്. ഞാനത് മാറ്റുന്നില്ല. ഒന്നുകൂടി ഒരു ഡെപ്ത് തോന്നിക്കാനായിട്ട് അത്യാവശ്യം കൂടുതൽ ഷെയ്ഡ് വേണമെന്ന് തോന്നിച്ചിടത്തെല്ലാം ഒന്നുകൂടെ 6B പെൻസിൽ കൊണ്ട് ഒന്നുകൂടെ മാർക്ക് ചെയ്തു. ഇനി അത് ആ വര പോലെ അങ്ങ് അടക്കാതിരിക്കാനായിട്ട് പതുക്കെ ഒന്ന് റബ്ബ് ചെയ്ത് പോകുന്നു. അതുകൊണ്ട് ഈ പടം ചെയ്യുന്ന ഞാൻ നിർത്തുവാണ്. കുറച്ചുകൂടെ ഷെയ്ഡും ലൈറ്റൂടെ കുറച്ചുകൂടെ കൊടുത്ത് ലയിപ്പിച്ച് വരുവാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിട്ടിരിക്കും. ഒരു ട്രിപ്പോടെ ചെയ്താൽ